ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിലെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയ മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്. ഈ മാസീവ് ആയിട്ടുള്ള അറ്റാക്കിൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. സിറിയയിലെ താൽക്കാലിക ഭരണകൂടം നയിക്കുന്ന അഹമ്മദ് അൽ ഷാര, ഈ ജൊലാനി ബങ്കറിനുള്ളിൽ ഒളിവിൽ പോയതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നത്. അതിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ആദ്യമേ തന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ മിലിറ്ററി ആസ്ഥാനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ വാതിലിലാണ് ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. ഈ ഗേറ്റ് സ്ട്രൈക്ക് ചെയ്തിട്ട് ഇസ്രായേൽ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. അതായത് 20 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്നുള്ളൊരു വാർണിംഗ് ആണ് കൊടുത്തിരുന്നത്. ആ വാർണിംഗ് കൊടുത്ത പാടെ ഇനി ആരൊക്കെ ഇറങ്ങിപ്പോയി, എവിടെയൊക്കെ പോയി, ഏത് ബങ്കറിനുള്ളിലൊക്കെ പോയി എന്നുള്ളതൊന്നും ഒരു വിവരമില്ല. പക്ഷേ ഞാൻ കാണിക്കുന്ന ഈ ഫുട്ടേജ് നിങ്ങൾ കണ്ടോളൂ. ഈ സൈഡിൽ ഞാൻ വെച്ചിരിക്കുന്ന ഫുട്ടേജ്, അതായത് ഈ ഒരു മിലിറ്ററി ആസ്ഥാനത്തിന്റെ 4 ചുറ്റാകെ ആക്രമണം. ശരിക്കും പറഞ്ഞാൽ ആ മിലിറ്ററി ആസ്ഥാനം അടിച്ച് പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഒരു മിലിറ്ററി ആസ്ഥാനത്തിന്റെ ചീഫ് കമാൻഡർ, അതായത് കമ്മീഷണർ പൊസിഷനിലുള്ള വ്യക്തി തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളൊരു ഡൗട്ടും കൂടിയുണ്ട്. ഇതുവരെ കൺഫേം ആയിട്ട് വാർത്ത പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് നടത്തുന്നത് അവർ. അപ്പോൾ അതിൽ ഇത് തന്നെയാണ് ഇസ്രായേൽ കുറെ നാൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ സ്കൈ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. അവിടെ എങ്ങും എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും ഇല്ല. ഇനി സിറിയയ്ക്ക് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഒന്നും കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം സിറിയയ്ക്ക് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ എയർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയയ്ക്കുള്ളിൽ വളരെ ഫ്രീ ആണ്, ലെബനാന്റെ ഉള്ളിൽ വളരെ ഫ്രീ ആണ്, അതുപോലെ ഇറാഖിന്റെ മേലിലും ഫ്രീ ആണ്. ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇറാന്റെ വരെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഏരിയ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടല്ലോ, ഈ രീതിയിലുള്ള അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുട്ടേജ് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാനിവിടെ വെക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആസ്ഥാനത്ത്, മിലിറ്ററി ആസ്ഥാനത്ത് അറ്റാക്ക് നടത്തുമ്പോഴത്തേക്കും പിന്നെ അവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ കാരണം വേറെ ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ കാരണം ഈ ബാർബർ ഷോപ്പ് വഴിനീളെ നടത്തിക്കൊണ്ട് പോകുന്ന HTSന്റെ ഈ അനുയായികളാണ്. അതായത് HTSൽ ഉള്ള കുറച്ച് തീവ്രവാദികളുണ്ടല്ലോ, യുവമാരുടെ പ്രധാനപ്പെട്ട പണി ബാർബർ ഷോപ്പാണ്. ഡ്രിമ്മറൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഞാൻ 2-3 വീഡിയോ ക്ലിപ്പുകൾ ഞാനിവിടെ വെക്കാം. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് യുവമാരെ ഡ്രിം ചെയ്യാണ്. അവരുടെ മീശ എടുത്ത് കളയുക, താടി എടുത്ത് കളയുക. ഇവർക്കും ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഇവർക്ക് മീശയില്ലാത്ത താടി വെക്കുന്ന ആൾക്കാരാണല്ലോ ഇവർ. അപ്പോൾ ഇവരെ പിടിച്ചുകൊണ്ട് പോയി ഈ താടി അങ്ങ് നിർബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ ഈ രീതിയിൽ മറ്റുള്ളവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഡ്രിം ചെയ്യുക, ഈ ഷേവ് ചെയ്ത് കളയുക. ഇതിൽ പ്രധാനമായിട്ട് ഒരു സുപ്രധാന ലീഡർ, ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ലീഡറിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അയാളുടെ മീശയും താടിയൊക്കെ എടുത്ത് യുവമാരെ അടിച്ച് കൊന്നു കളഞ്ഞു. അതാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിലുള്ള പല ഉപദ്രവങ്ങളാണ് യുവമാർ തുടരെ ഇന്നലെ രാത്രി, അതായത് ട്യൂസ്ഡേ ടു വെനസ്ഡേ, അതായത് ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ആ രാത്രിയിൽ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ യുവമാർ നടപ്പിലാക്കിയത്. അപ്പം ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ ആൾക്കാർ സിറിയയ്ക്കുള്ളിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫുട്ടേജ്. അപ്പം അങ്ങനെ പോയ ആൾക്കാർ ചില നേരം വെളുത്തിട്ടും ആൾക്കാർ തുരിതരാ പോവാണ്. ഞാൻ ആ ഫുട്ടേജ് ഇവിടെ വെക്കാം. എത്രമാത്രം ജനങ്ങളാണ് അങ്ങോട്ട് ഒഴുകുന്ന പറഞ്ഞാൽ കണക്കില്ലാതെ ഒഴുകുകയാണ്. അപ്പം അങ്ങനെ ഒഴുകിയത് കൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അടുത്ത് പരമാവധി പറഞ്ഞു നോക്കി. അതായത് ഞങ്ങളുടെ സഹോദരങ്ങളെ അവന്മാരിങ്ങനെ വന്ന് അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇസ്രായേൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ കുറച്ച് ടൈം വേണമായിരുന്നു. അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് പ്രഷർ ഉണ്ട്. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് നെതന്യാഹു ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റും കൊടുത്തായിരുന്നു. നെതന്യാഹു പറഞ്ഞത്, അതായത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് ഒരു രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു താക്കീതാണ് HTSന് കൊടുത്തത്. പക്ഷേ HTSന്റെ ജൊലാനി അല്ല ഈ താഴത്തെ സംഘടന. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ HTSനെ കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എത്ര സംഘടനകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ HTS എന്നുള്ളത്. ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിംസിൽപ്പെട്ട ആൾക്കാർ വരെ ഉണ്ട് ഇതിനകത്ത്. പല സംഘടനകളും കൂടിച്ചേർന്ന ഒരു സംഘടനയാണ് HTS. അപ്പോൾ അതുകൊണ്ട് ജൊലാനിക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല. ജൊലാനിയുടെ തലച്ചോറല്ല ഈ സംഘടനകളിൽപ്പെട്ട പല ഗ്രൂപ്പുകളുടെയും തലച്ചോറ്. പലർക്കും പല രീതിയിലുള്ള ചിന്താഗതിയാണ്. ഇവർക്കെല്ലാം അൾട്ടിമേറ്റ് ജിഹാദാണ്, അത്രേ ഉള്ളൂ. അപ്പം അതിൽ അൾട്ടിമേറ്റ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇവർ പല രീതിയിലും, അതായത് മറ്റൊരു ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ഒരു അന്യമതസ്ഥനോ അല്ലെങ്കിൽ ഇസ്ലാമിൽ തന്നെ പെട്ട വേറെ ഗ്രൂപ്പിലുള്ള ആളാണോ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇവർ പെരുമാറുന്നത്. ഇതിൽ ഇപ്പം ഈ ബെദൂവിയൻ എന്ന് പറഞ്ഞ ആ ഒരു ഗോത്രം സുന്നി വിഭാഗത്തിൽ വരുന്ന ഗോത്രമാണ് ഈ ബെദൂവിയൻ. അതുകൊണ്ടാണ് ഈ ജൊലാനിയുടെ HTS ടീമിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് ബെദൂവിയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ തിരിഞ്ഞത്. ഇപ്പോൾ മനസ്സിലായല്ലോ പിക്ചർ. അതാണ് അവിടെ സംഭവിച്ചത്. അതായത് അവൻ സുന്നി മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ സെൻട്രൽ പൊസിഷൻ ഒന്നും HTSന് എടുക്കാൻ പറ്റില്ല. HTSന്റെ തത്വശാസ്ത്രത്തിന് എതിരാണിത്. അതുകൊണ്ട് ഒരിക്കലും നടക്കില്ല.
കാരണം ഈ ജൊലാനി തന്നെ വലിയ തീവ്രവാദ സംഘടനയിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങോട്ട് പോയ, അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും സിറിയക്കുള്ളിലേക്ക് കടന്നു പോയ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ മൊത്തം തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്താൻ പോവാണ്. അപ്പം ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർ ചിലപ്പം കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തിരിച്ചു പോരുക എന്നുള്ളൊരു വാണിംഗ് ആണ് കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തപാടെ തുരിതരായി പോയ ആൾക്കാരെല്ലാം തിരിച്ചു കയറി വന്ന് ഇസ്രായേലിലോട്ട്. എന്നിട്ടാണ് ഇസ്രായേൽ എയർ സ്ട്രൈക്ക് തുടങ്ങിയത്. ഈ എയർ സ്ട്രൈക്ക് തുടങ്ങിയത് 40 എയർ സ്ട്രൈക്കാണ് ഇസ്രായേൽ സിറിയക്കുള്ളിൽ ഇന്നലെ മാത്രം നടത്തിയത്. ഇനിയിപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഇനി ഇതുപോലെയുള്ള അറ്റാക്കുകൾ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ വരും, ഇതേപോലെ തന്നെ ഇതിലും അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൊലാനി ആണെങ്കിൽ സറണ്ടഡ് ആണ്, ഇസ്രായേലിന് മുന്നിൽ സറണ്ടഡ് ആണ്. പുള്ളി പറയുന്നത് ഞാൻ നടപടിയെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് നടപടിയെടുക്കാൻ? ആർക്കെതിരെ നടപടിയെടുക്കാൻ? അതിന് ഈ ജൊലാനി പറഞ്ഞ ഈ തീവ്രവാദികൾ കേൾക്കണ്ടേ? ജൊലാനിക്ക് ബംഗ്ലാവ് ഉണ്ട്, അസാദ് താമസിച്ചിരുന്ന ആ ലക്ഷറി ബംഗ്ലാവ് ഉണ്ട്, അവിടെയൊക്കെയാണ് ജൊലാനി താമസിക്കുന്നത്. അതുപോലെ അല്ലല്ലോ ഈ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അവർക്ക് തോന്നിയ രീതിയിൽ അവർ പെരുമാറുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇറാൻ അടുത്ത വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ 3 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറി. ഇന്നലെ 3 സ്ഥലങ്ങളിൽ ഗ്യാസ് ലീക്കായി പൊട്ടിത്തെറി എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ അത് എന്തിന്റെ പേരിലുള്ള പൊട്ടിത്തെറിയാണെന്നുള്ളത്. തുടരെ ഈ സീസ് ഫയർ 12 ദിവസത്തെ ഇറാൻ യുദ്ധം നിർത്തിയതിനു ശേഷം ഒഫീഷ്യലി ഒരു സീസ് ഫയർ, പക്ഷെ അൺഒഫീഷ്യലി ഒരു സീസ് ഫയറും ഇല്ല. അവിടെ യുദ്ധം നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇറാൻ ഇന്നലെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്, ഈ സീസ് ഫയറിൽ ഞങ്ങൾ ബിലീവ് ചെയ്യുന്നില്ല, ഇതിൽ യാതൊരു പ്രതീക്ഷയില്ല. കാരണം അവർ തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കാരണം ഇറാന്റെ ഉള്ളിൽ അമ്മാതിരി പൊട്ടിത്തെറികളാണ് നടക്കുന്നത്, പല സ്ഥലങ്ങളും പൊട്ടിത്തെറിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഫുട്ടേജസ് ഒക്കെ സൈഡിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കണ്ടുപോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നലെ 3 സ്ഥലങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ ഉള്ളിൽ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അബ്ദുൽ ഹുസൈൻ എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്, ഇയാളൊരു സയന്റിസ്റ്റാണ്. ഈ സയന്റിസ്റ്റ് ഇന്നലെ മരണപ്പെട്ടു. ഇറാൻ യുദ്ധത്തിന്റെ സമയത്ത് അന്ന് തന്നെ എന്തോ ഒരു രാസായുധ പ്രയോഗത്തിന്റെ പേരിൽ, അതിന്റെ റിയാക്ഷൻ ഏറ്റതിന്റെ പേരിൽ കിടപ്പിലായതാണ് പുള്ളി. അപ്പൊ അങ്ങനെ മരണപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ കിടപ്പിൽ കിടന്ന് ഇപ്പം മരണപ്പെട്ടതാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും ഇത് ഇറാൻ യുദ്ധത്തിന്റെ ഇടയിൽ മരണപ്പെട്ടതാണ്. ആ ഇടിപാടുകൾക്കിടയിൽ കിടന്ന് ഇന്നലെയാണ് കണ്ടു കിട്ടിയത് മൃതശരീരം. അത് ഇറാൻ പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി കെട്ടിച്ചമച്ച് പുറത്തു പറയുകയാണ്. അല്ലെങ്കിൽ ഇറാഖ് യുദ്ധമൊക്കെ ഏത് കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്? ഇതുപോലെ ഫേക്ക് നറേറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. കാരണം ഇപ്പം പരമാവധി അവരുടെ ഉള്ളിൽ നടക്കുന്ന മരണങ്ങളൊന്നും അവർ പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ജർമ്മനി, ഫ്രാൻസ്, UK, അമേരിക്ക, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, വരുന്ന ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനുള്ളിൽ ഒരു എഗ്രിമെന്റിൽ എത്തണം. IAEA ഉള്ളിൽ പ്രവേശിപ്പിക്കണം. അവിടെ ആ ഇസ്രായേൽ അഥവാ അമേരിക്ക ഇവരൊക്കെ ആക്രമണം നടത്തിയ ഈ ഫോർഡോ, അതുപോലെ തന്നെ നറ്റാൻസ്, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ വിഷയം വേറെ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇറാൻ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഏറ്റവും വലിയൊരു ഷിപ്പ് എണ്ണ കടത്തുന്നു എന്നുള്ളതിന്റെ പേരിൽ ഗൾഫ് ഓഫ് ഒമാനിൽ നിന്നും തിരിഞ്ഞു വരുന്ന ആ ഒരു വഴിയിൽ, അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ആ ഒരു വഴിയിൽ തന്നെയാണ് ഈ ഷിപ്പിനെ അവർ തടഞ്ഞു വെച്ച് കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പുറത്തെ സൈഡിൽ ഹൂത്തികൾ കടത്തുന്നു, അപ്പുറത്തെ സൈഡിൽ ഇറാൻ കടത്തുന്നു. ഇവന്മാർ രണ്ടുപേർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഇറാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇത് 2ാമത്തെ ഷിപ്പാണ് ഇപ്പോൾ കടത്തിക്കൊണ്ട് പോകുന്നത്. ഓൾറെഡി തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഷിപ്പ് കടത്തിക്കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് അവർ. ഗാലക്സി ലീഡർ എന്ന് പറഞ്ഞ കപ്പൽ എങ്ങനെയാണ് അടിച്ച് കടലിൽ താഴ്ത്തിയത്, അതുപോലെ ഈ ടാങ്കർ ഷിപ്പുകളെയും അടിച്ച് താഴ്ത്തണം. അതാണ് ചെയ്യേണ്ടത്. ഗ്ലോബൽ ഫോറംസിൽ വന്നിട്ട് ഞാൻ ഫോറിൻ മിനിസ്റ്ററാണ് അബ്ബാസ് അരക്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോഡേൺ ചിന്താഗതിയുള്ള രാജ്യങ്ങളായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കും. പക്ഷേ ഇവരുടെ പുറകിലുള്ള, ഇവരുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ചിന്താഗതിയും കംപ്ലീറ്റ് മതപരമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഐഡിയോളജി അല്ലാതെ ഇവരുടെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. സിറിയക്കുള്ളിൽ വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം ഒരു ഷിയ സുന്നി കോൺഫ്ലിക്റ്റ്. അതിനുള്ള വഴി ഒരുങ്ങുന്നുണ്ട്. ഇത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സിറിയയിൽ അലപ്പോയിൽ, അവിടെ അലപ്പോ സ്ക്വയറിൽ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ജിഹാദിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചതാണ് ഇത്രയും ആൾക്കാർ. ഇതെല്ലാം തന്നെ തീവ്ര നിലപാടുള്ള ഇസ്ലാമിസ്റ്റുകളാണ് ഇപ്പം പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രൊട്ടസ്റ്റ് തുടങ്ങുകയാണ്. കാരണം അവിടെ ഇസ്രായേലി ഫ്ലാഗ് ഉയർത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ആവാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ടായാൽ ഉറപ്പായിട്ടും ജൊലാനി സ്റ്റെപ്പ് ഡൗൺ ചെയ്യപ്പെടും എന്നാണ് ഒരു 80% അനലിസ്റ്റ് റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത്. അതായത് സിറിയക്കുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് രൂപപ്പെട്ടാൽ ഈ അഹമ്മദ് അൽ ഷാര HTS ഭരണകൂടം താഴെ ഇറങ്ങണം.
ഇനിയിപ്പോൾ ആരാണോ അവിടെ പൊരുതി മുന്നോട്ട് വരുന്നത്, ഒരു പുതിയ ലീഡർ എമർജായി വരുമായിരിക്കാം. അപ്പം ഇത്രയും നാളും ഷിയ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും ഇപ്പൊ സുന്നി രാജ്യങ്ങളൊക്കെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത്, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളായിക്കോട്ടെ, തുർക്കി ആയിക്കോട്ടെ, ഇതേപോലത്തെ കുറെ രാജ്യങ്ങളൊക്കെ ചേർന്ന് അവരുടെ സുന്നി ഭരണകൂടം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ എല്ലാ സിറിയയിൽ വന്നിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത്, അവിടെ സിറിയക്കുള്ളിൽ വന്നിട്ട് അവിടെ മൊത്തത്തിലൊരു ശുദ്ധികലശം നടത്തേണ്ടതുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ സെക്ടുകൾക്കും അവരുടേതായിട്ടുള്ള സ്ഥലം വീതിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് അതിനെ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തുകയും അവരവർക്കുള്ള സുരക്ഷ ഉറപ്പാക്കുകയും രീതിയിലുള്ള കടന്നുകയറ്റം, ഏതാണ് ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര ചിന്താഗതിയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ കടന്നുകയറ്റത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ പൊതുജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഒരു നല്ല ഭരണകൂടം മുന്നോട്ട് വരുന്നുവെങ്കിൽ സിറിയയ്ക്ക് ഒരു ഭാവി ഉണ്ടെന്ന് നമുക്ക് കരുതാം. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ. കാരണം തീവ്രവാദികൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ആ രീതിയിലേ അവർക്ക് ഭരിക്കാൻ പറ്റൂ. കാരണം എത്ര അവർ ശ്രമിച്ചാലും അവരുടെ ഐഡിയോളജി അവരെ പിന്നോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. കാരണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റൂല. ഇത് മറ്റേ സംഭവത്തോട് റിലേറ്റഡ് ആണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എനിക്ക് പിന്നീട് ഇതിന് ശിക്ഷ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്ക് കൂലി കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ നരകത്തിലേക്ക് പോവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെ പ്രവർത്തിക്കുമ്പം മുന്നിലുള്ള കാര്യത്തിന് ശരിയായ തീരുമാനം നീതിബോധത്തോടു കൂടി എടുക്കാൻ പറ്റും. സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് ഈ തലച്ചോറിൽ എന്താണോ പ്രവർത്തിക്കുന്നത് ആ നീതിബോധത്തിനൊത്ത് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. പല വിശ്വാസങ്ങളിലും ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു പൊതുവിൽ ഒരു നീതിബോധത്തോടു കൂടി അവർക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കില്ല ഈ ഭരണകർത്താവിന്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.